കായികപ്രേമികൾക്കെല്ലാം വലിയ നിരാശയാണ്. ഫിഫ ലോകകപ്പിൽ നിന്ന് പോർച്ചുഗൽ പുറത്ത്. പ്രീ ക്വാർട്ടറിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇഞ്ചുറി ടൈമിൽ പകരക്കാരനായി എത്തിയ മിക്കേൽ മെറിനോയാണ് വിജയ ഗോൾ നേടിയത്. അസർ ബിൻ അസീസ് വേൾഡ് കപ്പ് ഡെസ്കിംഗ് ചെയ്യുന്നു. അസർ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് കിരീടമെന്ന മോഹം കൂടിയാണ് ഇതോടെ ഇല്ലാതാകുന്നത്. വാശിയേറിയ മത്സരമായിരുന്നു. അവസാനത്തെ എക്സ്ട്രാ ടൈമിലായിരുന്നു പോർച്ചുഗലിന്റെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള ആ ഗോൾ. എങ്ങനെയായിരുന്നു ആ കളിയുടെ വിലയിരുത്തൽ? ഇന്ന് ഏതൊക്കെയാണ് മത്സരങ്ങൾ? സുഹൈൽ, ശ്രീനിധി, ഇഞ്ചുറി ടൈമിൽ പകരക്കാരൻ്റെ ഒരു പഞ്ചിലൂടെ പറങ്കിപ്പട ലോകകപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ശക്തരായ രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം. തുടക്കം മുതൽ തന്നെ നിരവധി ആക്രമണങ്ങളും ഗോൾ ശ്രമങ്ങളും കണ്ട ഒരു മത്സരം കൂടിയായിരുന്നു സ്പെയിൻ പോർച്ചുഗൽ പോരാട്ടം. ആദ്യ നീക്കം മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സ്പെയിനിൻ്റെ ഒരു ഗോൾ ശ്രമമായിരുന്നു. എർസബാലിലൂടെ ഒരു ഗോൾ ശ്രമം ഉണ്ടായി, പക്ഷേ അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് പോർച്ചുഗലും സ്പെയിനും നിരന്തര ശ്രമങ്ങൾ ആദ്യ പകുതിയിൽ നടത്തിയെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു. രണ്ടാം പകുതിയിലും ഇരു ടീമുകളുടെയും ഭാഗത്ത് നിന്ന് ഗോൾ ശ്രമങ്ങൾ ഉണ്ടായി. എന്നാൽ രണ്ട് ടീമുകളുടെയും ഗോൾ കീപ്പർമാരുടെ പ്രകടനം കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. ആ ഗോൾ കീപ്പർമാരുടെ പ്രകടനമാണ് ഒരുപക്ഷെ ഗോളുകൾ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. മത്സരം ഗോൾ രഹിത സമനിലയായി എക്സ്ട്രാ ടൈമിലേക്കും പിന്നീട് ഒരുപക്ഷെ ഷൂട്ടൌട്ടിലേക്കും പോകുമെന്ന് പ്രതീക്ഷിച്ച ഘട്ടത്തിലാണ് 85-ാം മിനിറ്റിൽ പകരക്കാരനായി കളത്തിലേക്ക് ഇറങ്ങിയ മൊറീന്യ മത്സരത്തിൻ്റെ അധിക സമയത്ത് 90 മിനിറ്റുകൾ പിന്നിട്ട് 6 മിനിറ്റിലധികം അധിക സമയമുണ്ടായിരുന്ന അധിക സമയത്തിൻ്റെ ആദ്യ മിനിറ്റിൽ തന്നെ സ്പെയിനിനെ മുന്നിലെത്തിക്കുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിന് പോർച്ചുഗൽ പുറത്താകുന്നു. പോർച്ചുഗലിൻ്റെ തോൽവിക്കപ്പുറത്തേക്ക് ഒരു ഫുട്ബോൾ ഇതിഹാസം കൂടി ഇന്നത്തെ മത്സരത്തിലെ തോൽവിയോടുകൂടി പടിയിറങ്ങുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹത്തിൻ്റെ അവസാന വേൾഡ് കപ്പായിരുന്നു ഇത്. കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് അദ്ദേഹം അത് വ്യക്തമാക്കിയതുമാണ്. ഇത്തവണ ഒരു കിരീടമില്ലാതെ, ഒരു ലോക കിരീടം ചൂടാനാകാതെ ക്രിസ്ത്യാനോ റൊണാൾഡോ ലോക ഫുട്ബോളിനോട് വിട പറയുകയാണ്. ഇനിയൊരു പക്ഷേ പോർച്ചുഗലിനായി നാഷണൽ ടീമിന് വേണ്ടി കളിക്കാൻ അദ്ദേഹം ഉണ്ടാകില്ല. നിരവധി നേട്ടങ്ങൾ പോർച്ചുഗൽ ടീമിലൂടെ നേടിയ താരമാണ്. പോർച്ചുഗലിനെ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ പട്ടികയിൽ അടയാളപ്പെടുത്തിയ ഒരു താരം കൂടിയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ കൂടി ഒരു വേൾഡ് കപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ ഈ ഫുട്ബോളിൻ്റെ പട്ടികകളിൽ പൂർണ്ണനാകാതെ അപൂർണനായിക്കൊണ്ട് അദ്ദേഹം മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ നിലവിൽ ആതിഥേയരായ അമേരിക്കയും ബെൽജിയവും തമ്മിലുള്ള മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ ആരാണോ വിജയികളാവുന്നത് അവരാകും സ്പെയിനിൻ്റെ ക്വാർട്ടറിലെ എതിരാളികൾ. എന്തായാലും അത്യന്തം വാശിയേറിയ ഒരു മത്സരത്തിനൊടുവിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് സ്പെയിൻ പോർച്ചുഗലിനെ തോൽപ്പിച്ച് ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. എന്തായാലും തുല്യ ശക്തികളുടെ പോരാട്ടമായിരുന്നു. ഇഞ്ചുറി ടൈം വരെ സമനിലയിൽ, ഗോൾ രഹിത സമനിലയിൽ തുടർന്ന മത്സരത്തിൽ ഇഞ്ചുറി ടൈമിലാണ് ആ അപ്രതീക്ഷിത ഗോൾ പോർച്ചുഗലിന് മേൽ പ്രഹരിച്ചത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതിഹാസം, ലോകകപ്പ് എന്ന സ്വപ്നം പൂവണയാതെ വിടവാങ്ങിയെന്ന പ്രത്യേകത കൂടി ഇന്നത്തെ മത്സരത്തിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.